ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇതാ ഒരു സമാന്തര ശ്രേണിയുടെ അഞ്ചാം പദം. ഓക്കെയാണേ, അപ്പോൾ ഫിഫ്ത്ത് ടൈം എത്ര, 42. അപ്പോൾ അഞ്ചാം പദം 42. എട്ടാം പദം ഉണ്ടല്ലോ, എട്ടാം പദം 62ആണ്. ഓക്കെയാണേ, എന്നാൽ രണ്ടാം പദം സെക്കൻഡ് ടൈം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാണേ, നമ്മൾ ഡി കണ്ടുപിടിച്ചാൽ മതി. 62-42-8-5. ഓക്കെയാണേ, അപ്പോൾ ഇവിടെ എത്ര വരും, 42, 52, 62, 20 വരും. 8-5 ചെയ്യുമ്പോൾ എത്ര വരും, 3 വരും. അപ്പോൾ 20/3. അപ്പോൾ രണ്ടാം പദം കോമൺ ഡിഫറൻസ് എത്ര കിട്ടി നമുക്ക്, 20/3 ആണ്. ഓക്കെയാണേ, അപ്പോൾ നമ്മളടുത്ത് ഇനി എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഡി 20/3 എന്ന് കിട്ടിയല്ല, 20/3 കിട്ടി. ഓക്കെയാണേ, അപ്പം നമ്മൾ ഇതിനെ എന്തിലോട്ട് മാറ്റരുത്, നമ്മൾ ഡെസിമലിലോട്ട് മാറ്റരുത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ഇട്ടേക്കണം. ഇനി അഞ്ചാം പദം 42. ഓക്കെയാണേ, അഞ്ചാം പദം 42. അവനല്ലേ രണ്ടാം പദത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ. അപ്പോൾ നമ്മളിത് രണ്ടാം പദം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അഞ്ചാം പദത്തിൽ നിന്നും ഓക്കെയാണേ എത്ര വട്ടം പൊതുവ്യത്യാസം കുറയ്ക്കണം, 3 വട്ടം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അഞ്ചാം പദം എത്രയാണ്, 42ആണ്. 3 × 20/3. ഓക്കെയാണേ, ഇവിടെ നമുക്ക് ചെയ്യുമ്പം 42 - 20 × 3 ചെയ്യുമ്പോൾ എത്ര, 60. 60/3 എന്ന് വരും. ഓക്കെ, ഇവിടെ ഇതിന് ബൈ 1 കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. അപ്പോൾ 42 × 3 ഓക്കെയാണ് 6, 112, 126 - 60. ഓക്കെയാണ് /3 എന്ന് വരും. അപ്പം ഇവിടെ 126 - 60 ചെയ്യുമ്പോഴത്തേക്ക് 6, 12 6 പോയാൽ എത്ര, 6, 3. ആൻസർ എത്ര വരും, ഒരു 22 എന്ന് വരും. അപ്പോൾ 22 എന്ത്, ശ്രേണിയുടെ രണ്ടാം പദം ചോദിച്ചാൽ അത് 22 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, ഈ ശ്രേണിയുടെ 14-ാം പദം കാണുക. ഓക്കെയാണേ, അപ്പോൾ നമുക്ക് 14-ാം പദം കാണാൻ 14-നോട് ഏറ്റവും അടുത്തവന് ആരെ അറിയാം, 8-ാം പദം അറിയാം അല്ലേ. അപ്പോൾ 8-ാം പദത്തിൻ്റെ കൂടെ എത്ര വട്ടം പൊതുവ്യത്യാസം കൂട്ടിയാൽ 14 കിട്ടും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ 14 നിന്ന് 8 കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ എത്ര വരും, 4, 2, 6. അപ്പോൾ 6 വട്ടം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് 14-ാം പദം അല്ലേ. അപ്പോൾ 8-ാം പദം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും, 8-ാം പദം 62 + 6 × 20/3. ഓക്കെയാണേ, വിച്ച് ഈസ് ഈക്വൽ ടു 62 + 6 × 20 എത്ര, 6, 2, 12, 120/3 എന്ന് വരും. ഓക്കെയാണേ, ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോൾ ഈ 62 പ്ലസ് എത്ര, 120/3 നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എത്ര വരും, ക്രോസ് ചെയ്യുമ്പോൾ 6, 6, 3, 18 + 120/3. ഓക്കെയാണേ, കൂട്ടുമ്പോൾ സമയത്ത് 6, 9, 1, 10, 0, 1 ഇഷ്ടം, 1, 1 എത്ര, 2, 3, 306/3. 306/3 ചെയ്യുമ്പം 1, 0, 2. ഉത്തരം എത്ര എന്ന് വരും, 102 എന്ന് ഉത്തരം വരും. ഓക്കെയാണേ, അപ്പം ശ്രേണിയുടെ 14-ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് 102 എന്ത്, ശ്രേണിയുടെ 14-ാം പദം. അടുത്ത എന്താ, ആദ്യത്തെ 18 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ 18 പദങ്ങളെന്ന് പറയുമ്പോൾ എത്ര ജോഡിയുണ്ട്, 9 ജോഡിയുണ്ട്. ഓക്കെ, 9 ജോഡി. ഓക്കെയാണേ, 9 ജോഡി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ജോഡിയും 18-ാമത്തെ ജോഡിയും കൂടെ ചെയ്യുമ്പം ഒരു തുക കിട്ടുമല്ലോ. അപ്പോൾ ഇവൻ്റെ ഇവിടുത്തെ പൊസിഷൻ വാല്യൂ എത്രയാടാ, 19 അല്ലേ പൊസിഷൻ വാല്യൂ. ഇത്ര ഐഡിയ. ഓക്കെയാണ്. ഇനി നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന ആരൊക്കെ, നമ്മൾ രണ്ടാം പദവും 14-ാം പദവും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പദവും 14-ാം പദത്തിൻ്റെയും പൊസിഷൻ നോക്കുന്ന സമയത്ത് എത്ര വരുന്നില്ല. അപ്പം രണ്ടാം പദവും അതുപോലെ തന്നെ എന്താണ് 14-ാം പദവുമാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവിടെ പൊസിഷൻ വാല്യൂ 19 തന്നെ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ ഒന്നും വേണ്ടായിരുന്നു, ഇത് രണ്ടും കൂടെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കണക്ക് ചെയ്ത് എഴുതായിരുന്നു. ഓക്കെയാണേ, എന്നാൽ അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നമുക്കറിയാം ആദ്യത്തെ 18 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, SN. അപ്പോൾ 5 മാർക്കിൻ്റെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി ചെയ്ത് നോക്കണം കേട്ടോ. n/2 × x1 + xn. ഓക്കെ, x1 + xn. ഓക്കെയാണ്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാടാ, 18 ആണല്ലേ. അപ്പം 18/2. x1 എത്രയാണ് നമുക്ക്, രണ്ടാം പദം നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെയാണ്. അപ്പോൾ രണ്ടാം പദം, അപ്പോൾ നമുക്ക് ഇവിടുത്തെ രണ്ടാം പദം 22 എന്നറിയാം. കോമൺ ഡിഫറൻസ് എത്രയെന്നറിയാം, 20/3.
3 എന്നറിയാം. അപ്പോൾ ഒന്നാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 22 മൈനസ് 20 ഭാഗം 3 ചെയ്താൽ പോരെ. രണ്ടാം പദത്തിന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര വരും? 66 മൈനസ് 20 ഭാഗം 3. അപ്പോൾ 66 മൈനസ് 20 ചെയ്യുമ്പോൾ എത്ര? 6. 6 2 പോയാൽ എത്ര? 4. 46 ഭാഗം 3. ഓക്കെയാണ്. 46 ഭാഗം 3 ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സംഖ്യ കിട്ടുമെന്ന് നോക്കണം. 16. 6 3 18, 5 3 15 വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇത്രയും നിർത്തി വയ്ക്കണം. അപ്പോൾ 46 ഭാഗം 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കടാ, ഇനി നമുക്ക് 18ാം പദം ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാം പദം കിട്ടി എത്ര? 46 ഭാഗം 3 എഴുതി വെച്ചേ. പ്ലസ് ഇനി 18ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, 8ാം പദം അറിയാം അല്ലേ. അപ്പോൾ 8ാം പദം 18ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 8ാം പദത്തിലൂടെ എന്ത് ചെയ്താൽ മതി? 10 വട്ടം പൊതുവ്യത്യാസം കൂട്ടിയാൽ പോരെ. 8ാം പദം 62 പ്ലസ് 10 ഗുണം ഡി എത്ര? 20 ഭാഗം 3 അല്ലേ. അപ്പം 62 പ്ലസ് എത്ര? 10 ഗുണം 20 200 ഭാഗം 3 ക്രോസ് ചെയ്യുമ്പോൾ എത്ര? 6. 6 3 18 പ്ലസ് 200 ഭാഗം 3 ആൻസർ എത്ര? 386 ഭാഗം 3. 386 ഭാഗം 3. അപ്പോൾ നമ്മൾ എന്താണ്? 18ാം പദം 386 ഭാഗം 3. അപ്പോൾ x1 കിട്ടി, xn കിട്ടി. രണ്ടിൻ്റെയും ഇവിടെ 2 നോക്കണം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണല്ലേ. അപ്പം വെളിയിൽ 18 ഭാഗം 2 നമുക്ക് വെട്ടിക്കൂടെ? 18 ഭാഗം 2 വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 9 വരും. അപ്പോൾ SN സമം SN n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 കൊടുക്കണം. 18 തുകയല്ലേ. 9 ഇൻറ്റു ഇവിടെ 46 386 കൂട്ടുന്ന സമയത്ത് 6 6 12 2 1 ശിഷ്ടം 8 4 12 1 13 3 1 ശിഷ്ടം 3 4 482 ഭാഗം 3 എന്ന് വരും. ഈ 432 ഭാഗം 3. അപ്പോൾ 432 ഭാഗം 3 ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. ഓക്കെയാണേ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരും? 144 വരും. അപ്പോൾ 144 ഗുണം 9. 144 ഗുണം 9 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 1296 ഉത്തരം വരും കേട്ടോ. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ ഏതെങ്കിലും മെത്തേഡ് അറിയാവുന്നവരാണെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ ജനറൽ എന്താണ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ്. തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം. നമുക്ക് രണ്ടാമത്തെ ടൈം അറിയാവുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു. ഓക്കെയാണേ. നമ്മൾ ഇങ്ങനെ കുറച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി 18ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 8ാമത്തെ ടൈമിൻ്റെ കൂടെ എത്ര? 10 വട്ടം പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്രാമത്തെ കിട്ടി? ഈ പറയുന്ന 18ാമത്തെ ടൈമും കിട്ടി. ഓക്കെയാണേ. അപ്പോൾ ഈ xnന് പകരം എന്താ കൊടുത്തു? 18ാമത്തെ ടൈം കൊടുത്തു. ഇനി രണ്ട് ഫിനസ് സംഖ്യകൾ തമ്മിൽ ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്താണ്? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ കണക്ക് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ഈ ഉത്തരം കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഒരു ആൽജിബ്ര ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 5n + 2. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം? നമുക്കറിയാം ആൽജിബ്ര ഫോം എന്ന് പറഞ്ഞാൽ xn = dn + f - d ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ xn സമം 5n + 2 ആണ് കണ്ടെത്തേക്കുന്നത്. ഇവിടെ d എത്രയാണ്? d 5 ആണ്. f - d എത്രയാണ്? 2 ആണ്. ഇതിൽ നിന്ന് ഏത് ആദ്യ പദം കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? 2 - d പദവും +d ആവും. 2 + 5 ഉത്തരം എത്ര വരും? 7 വരും കേട്ടോ. ആൻസർ എത്രയാണ്? 7. ഇനി ഇവിടെ നോക്കടാ, ഒരു സമാന്തര സെറ്റിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഫസ്റ്റ് n ടൈംസിൻ്റെ തുകയുടെ അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്താണ്? സം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 3n² + 2n. അപ്പം 3n² + 2n ഇത് pn² + qn എന്ന് പറയുന്ന ഫോമിലല്ലേ. ഇത് സമ്മാണ്. ഓക്കെയാണ്, സമ്മാണ്. അപ്പോൾ സമ്മ് ഇങ്ങനൊരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയടാ? ആദ്യ പദം ഫസ്റ്റ് ടൈം. ഓക്കെയാണേ. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടൈം = ആ പിയും ക്യൂവും കൂടെ കൂട്ടി അങ്ങ് എഴുതി വെച്ചാൽ അത് കേട്ടോ. 3 + 2 എത്ര വരും? 5 എന്ന് വരും. ഓക്കെയാണേ. അപ്പോൾ ആദ്യ പദം ചോദിച്ചാൽ എത്രയാണ്? 5 ആണ് എന്ത്? ഇവിടുത്തെ ആദ്യ പദം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ആദ്യത്തെ 2 പദങ്ങളുടെ തുക എഴുതുക. ഓക്കെയാണേ. അപ്പോൾ ആദ്യത്തെ 2 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഏത്? സമ്മ് ആണ് തന്നേക്കുന്നത്. സമ്മ് SN സമം 3n² + 2n എന്നാണ് തന്നേക്കുന്നത്. ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാകുമ്പോൾ എത്ര? ഇവിടെ 2 കൊടുത്താൽ n-ന് പകരം 2 കൊടുത്താൽ 3 × 2² +
2 × 2 ഓക്കെ. 3 × 4 2 സ്ക്വയർ 4 പ്ലസ് 2 × 2 എത്ര 4 4 × 3 എത്ര 12 12 പ്ലസ് 4 എത്ര 16. ഇതാണെന്ത് ഈ പറയുന്ന ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പദം കിട്ടി. ഒന്നാമത്തെ പദം എത്ര 5 എന്ന് കിട്ടി. ഓക്കെയാണേ. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും പദത്തിൻ്റെ തുക എത്രയെന്ന് കിട്ടി 16 എന്ന് കിട്ടി. എന്നാൽ രണ്ടാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 16 - 5 ചെയ്താൽ പോരെ. 16 - 5 ചെയ്യുമ്പോൾ എത്ര വരും 9 എന്ന് വരും. ഓക്കെയാണേ. അപ്പോൾ ഇതിൽ നിന്നും 16 - 5 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് 11 എന്നാണ് വരുന്നത്. 11. 16 - 5 അല്ലേ കുറയ്ക്കുന്നത്. 5 പോകുമ്പോൾ 11 ആണ്. അപ്പോൾ ഇതിൽ നിന്നും 5 11 എക്സെട്രാ എന്ന് പറയുന്ന സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായല്ല. ഇതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 11 - 5 ചെയ്യുമ്പോൾ എത്ര വരും 6 എന്ന് വരും. ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫർ. ഇനി നമ്മളടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്നാം പദം കണ്ടുപിടിക്കണം. എന്നാം പദം അല്ലേ ബീജഗണിത രൂപം അഥവാ ആൾജിബ്ര ഫോം. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ xn = dn + f - d അല്ലേ. ഇവിടെ ഡി എത്രയെന്ന് കിട്ടി 6 എന്ന് കിട്ടി. അപ്പോൾ 6n പ്ലസ് ഫസ്റ്റ് ടൈം എത്രയെന്ന് കിട്ടി 5 എന്ന് കിട്ടി. 5 മൈനസ് ഡി എത്ര 6 വിച്ച് ഈസ് ഈക്വൽ ടു 6n പ്ലസ് 5 - 6 -1 വിച്ച് ഈസ് ഈക്വൽ ടു 6n - 1. ഓക്കെയാണേ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന കണക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കടാ, 7ൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും ശ്രേണി. ഓക്കെയാണേ. അപ്പം കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7. ഇതിൻ്റെ ആദ്യ പദവും അവസാന പദവും കാണുക. അപ്പോൾ നമുക്ക് ആദ്യ പദവും 3 അക്ക ഡിജിറ്റ്. ഓക്കെയാണേ. അതായത് 3 ഡിജിറ്റ് നമ്പർ, അതായത് 100 മുതൽ 999 വരെയുള്ളതല്ലേ വരുന്നത്. ഇതിൽ ഒന്നാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അവിടെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയായ 100നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ 1 7 7 ഇപ്പം 3 0. ഇപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ 4 7 എത്ര 28. റിമൈൻഡർ എത്ര 2 വന്ന്. ഓക്കെയാണേ. അതായത് ഈ പറയുന്ന 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ആ 100 റിമൈൻഡർ 2 കുറച്ചാൽ 98 ആണ്. ഓക്കെയാണേ. ആ 98നെ നമുക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 98 7ൻ്റെ ഡിവിസിബിളാണ്. ഈ 98 കഴിഞ്ഞാൽ അടുത്ത 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 98ൻ്റെ കൂടെ 7 കൂട്ടിയാൽ പോരെ. അപ്പം 98ൻ്റെ കൂടെ ആ 7 അങ്ങോട്ട് കൂട്ടി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ഉത്തരം കിട്ടും 99 100 ബാക്കി 5 കൂടെ കൂട്ടുമ്പോൾ 105. ഇതാണ് ഒന്നാമത്തെ ടൈം. ഓക്കെ. ഇനി അവസാന പദമല്ലേ ലാസ്റ്റ് ടൈം xn കണ്ടുപിടിക്കണം. അപ്പോൾ നോക്ക് 3 ഡിജിറ്റിൻ്റെ അവസാനത്തെ പദം 999 അല്ലേ. അവൻ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7 2 9. അപ്പം എത്ര 4 7 28 എന്ന് പറഞ്ഞു വന്ന് 1 9. അപ്പോൾ 2 7 എത്ര 14. റിമൈൻഡർ എത്ര 5. ഓക്കെയാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ 999 നിന്ന് എന്ത് ചെയ്യണം ആ റിമൈൻഡർ 5 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര വരും 994. ഇതാണ് എന്ത് ആദ്യം 7 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യ പദവും അവസാന പദവും. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ എന്ത് ചെയ്യണം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണേ. അടുത്ത ക്വസ്റ്റ്യനാണ് ആകെ എത്ര ടേംസ് ഉണ്ടെന്ന്, എത്ര പദങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ പദം കിട്ടി. അപ്പോൾ ആദ്യ പദം എത്രയാണ് ആദ്യ പദം കിട്ടി എത്ര 105. ഓക്കെയാണേ. എന്നാം പദം കിട്ടി 994. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ് കോമൺ ഡിഫറൻസ് 7 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര 7 ആണ്. ഇനി എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെയാണേ. ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് എത്ര 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ വരും 889 ഭാഗം 7 പ്ലസ് 1 വരും. അപ്പോൾ 889നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും 127 വരും. പ്ലസ് 1 ആൻസർ എത്ര 128. ഓക്കെയാണേ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. സമ്മല്ല പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത് ഈ പറയുന്ന എല്ലാ പദങ്ങളുടെയും അതായത് ഈ പറയുന്ന 105 തുടങ്ങി 7 വീതം കൂടി പോകുന്ന ഈ സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്.
അപ്പം തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. ഇപ്പം എസ് എൻ സമം n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇവിടെ n നമുക്ക് ഓൾറെഡി കിട്ടി. എത്ര കിട്ടി? 128 കിട്ടി. x1 അറിയാം, എക്സ് എന്നും അറിയാം. ഓക്കെ ആണേ. അപ്പം എസ് എൻ ഇസ് ഈക്വൽ ടു ഒന്നുകൂടെ n/2 ഇൻറ്റു x1 പ്ലസ് എക്സ് എൻ. ഇതിൽ n എത്ര? n 128 x1 ചോദിച്ചാൽ എത്ര? 105 എക്സ് എൻ ചോദിച്ചാൽ എത്ര? 994. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ഇതിലോട്ട് എടുത്ത് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 128 ടേംസിൻ്റെ സമ്മാണ്. അതാണ് നമ്മളിവിടെ 128 എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം 128 ഭാഗം 2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ എത്ര? 105 പ്ലസ് 994. ഇത്ര ഓക്കെയാണേ. ഇവിടെ നിന്ന് 128 ഭാഗം 2 128/2 ഇൻറ്റു എത്ര? 1099 കിട്ടും. ഇതിനെ നമ്മൾ കണക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എത്ര വരും? ഗുണിച്ച് തന്നെ എഴുതണം കേട്ടോ. ഇവിടെ ഗുണിക്കുമ്പോൾ എത്ര? 664 ഡിവൈഡ് ചെയ്യുമ്പോൾ 64 ഇൻറ്റു 1099 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് 70336. ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. ഇവിടെ നോക്കടാ, ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെയാണേ. അപ്പം 1 + 2 + 3 + എക്സെട്രാ പ്ലസ് എത്ര? 30. ഇതാണ്. അപ്പം നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ സം കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ n × n + 1/2. ഈ ഇക്വേഷൻ അറിയാവുന്ന രീതി ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? എസ് എൻ ഇസ് ഈക്വൽ ടു എന്താണ്? n/2 × x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. ഇവിടെ n എത്ര? 30 ഗുണം n + 1 എത്ര? 31/2. ഓക്കെയാണേ. ഇവിടെ നമുക്ക് എത്ര? 30 × 31/2 ചെയ്യുമ്പം ഇവിടെ എത്ര? 15 വരും. 15 ഗുണം 31 ചെയ്യുമ്പോൾ ആൻസർ എത്ര? 465 ഉത്തരം വരും. ഇതാണെന്ത്? ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ സം. ഓക്കെയാണേ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 40. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എല്ലാ എണ്ണൽ സംഖ്യകളെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഖ്യാശ്രേണി ഉണ്ടല്ലോ. ആ സംഖ്യാശ്രേണിയുടെ തുക കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ എണ്ണൽ സംഖ്യകളാണ് ഏതൊക്കെ? 1, 2, 3 എക്സെട്രാ 30 വരെ. ഓക്കെയാണേ. ഒന്നാമത്തെ സംഖ്യ 4 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. രണ്ടാമത്തെ സംഖ്യ ഗുണിച്ചാൽ എത്ര കിട്ടും? 8. മൂന്നാമത്തെ സംഖ്യ ഗുണിച്ചാൽ എത്ര കിട്ടും? 12 എക്സെട്രാ. അങ്ങനത്തെ 30ാമത്തെ സംഖ്യ ഗുണിച്ചാൽ എത്ര കിട്ടും? 4 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. അപ്പോൾ ഇവിടുത്തെ x1 എത്രയാടാ? x1 4 കിട്ടി. xn എത്രയെന്ന് കിട്ടി? 120 കിട്ടി. ഓക്കെ. ഇവിടുത്തെ d എത്രയാണ്? d ഡിഫറൻസ് 4 8 4 കുറച്ചാലും 12 8 കുറച്ചാലും ഒക്കെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 കിട്ടുന്നത്. ഇനി ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എത്ര? 30 ടേമുകൾ തന്നെയാണല്ലോ ഇവിടെയും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ 30 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെയാണേ. ഇവിടെ n എത്ര? 30. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഈക്വൽ ടു വിട്ട് എഴുതുവാണ് കേട്ടോ. 30/2 ഇൻറ്റു x1 എത്ര? x1 4 പ്ലസ് എത്ര? 120. ഓക്കെ. ഇവിടെ 30/2 ഇൻറ്റു 124 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇട്ട് വെട്ടുമ്പോൾ എത്ര? 6 2 എന്ന് വരും. അപ്പോൾ 62 ഇൻറ്റു 30 ഗുണിക്കുമ്പോൾ 3 6 18. ആൻസർ എത്ര വരും? 1860 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 6 അല്ലേ 120 4 124 ഭാഗം 2 2 ഇട്ട് വെട്ടുമ്പോൾ എത്ര? 6 2 12 2 6 1 സെക്കൻഡ്. ഓക്കെ. വേറെ ഉത്തരമൊന്നും മാറിയിട്ടില്ല. 1860. ഞാൻ വിചാരിച്ചെന്താണ് ഉത്തരം എന്തോ എറർ വന്നെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ല. ആൻസർ എത്ര തന്നെ? 1860 ഉത്തരം വരുന്നു. ഓക്കെയാണേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയ സംഖ്യകളുടെ ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. ഓക്കെയാണേ. ഇതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണക്കാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയ സംഖ്യാശ്രേണി. അപ്പോൾ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി. അപ്പോൾ നോക്കാമല്ലോ.
അപ്പോൾ ഒന്നാമത്തെ ഇപ്പം സംഖ്യ 1 2 3 എക്സെട്ര പ്ലസ് എത്ര എക്സെട്ര 30 ഇതല്ലേ. അപ്പം ഇതിനെ 4 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയ ഒന്നാമത്തേന് 4 കൊണ്ട് ഗുണിച്ചാൽ 4 പ്ലസ് 1 ചെയ്താൽ 5 ഓക്കെയാണേ. 4 കൊണ്ട് ഗുണിച്ചാൽ 8 പ്ലസ് 1 ചെയ്താൽ 9. 4 കൊണ്ട് ഗുണിച്ച് 4 ഗുണം 3 എത്ര 12 പ്ലസ് 1 ചെയ്താൽ എത്ര 13. അടുത്ത 4 ഉണ്ട്. 4 ഗുണം 4 എത്ര 16. 1 ചെയ്താൽ എത്ര 17 എക്സെട്ര 30 ഗുണം 4 എത്ര 120 ഓക്കെയാണേ. 120 പ്ലസ് 1 എത്ര 121 ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സംഖ്യാശ്രേണി. അപ്പം ഈ സംഖ്യാശ്രേണിയുടെ ഡി എത്രയാണ്? ഡി നമുക്ക് കിട്ടി 9 - 5 ചെയ്യുമ്പോൾ എത്ര 4 കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ നേരത്തെ ഇതാണ് SN = തുക n എത്ര 30 ബൈ 2. ഒന്നാമത്തെ പദം എത്രയാണ് 5 ഓക്കെയാണേ. അവസാനത്തെ x1 എത്രയാണ് 121. ഇവിടെ ചെയ്യുന്ന സമയത്ത് 30 ബൈ 2 ഇൻറ്റു 126 എന്ന് പറഞ്ഞു വരും. 2 ഇട്ട് വെട്ടുമ്പോൾ എത്ര 6 3 വരും ഓക്കെയാണ്. 63 ഗുണം 3 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 3 9 6 3 18 1890 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും ഉത്തരം കിട്ടും. ഇതിൻ്റെ ഉത്തരം ഓക്കെയാണേ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക എന്ന് തന്നിട്ടുണ്ട്. n പദങ്ങളുടെ തുക കാണുക. അപ്പോൾ n പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? n പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണേ. ഇത്ര സംശയമൊന്നുമില്ലല്ലോ. അപ്പം ഈ പറഞ്ഞ ശ്രേണി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. ശ്രേണി എത്രയാണ്? 5 9 13 17 എക്സെട്ര എന്ന ശ്രേണിയാണ്. അപ്പം ഇവിടെ നോക്കടാ, നമുക്ക് x1 എത്ര 5. xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d അല്ലേ. ഇവിടുത്തെ d നമുക്കറിയാം 4. 4n പ്ലസ് ഫസ്റ്റ് ടൈം എത്ര 5 മൈനസ് d 4 4n പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നാം പദവും n-ആം പദവും കിട്ടിയില്ലേ. n പദങ്ങളുടെ തുകയിലെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ SN = n/2 ഇൻറ്റു x1 എത്ര 5 പ്ലസ് 4n പ്ലസ് 1 ഓക്കെ. ഇവിടെ നിന്ന് n/2 ഇൻറ്റു 5 പ്ലസ് 1 എത്ര 6 പ്ലസ് 4. ഇവിടെ നിന്നും n/2 ഇൻറ്റു 6. ഈ n/2 കൊണ്ട് അകത്ത് ഓരോന്നിനെ ഗുണിക്കുകയാണ് കേട്ടോ. 6നെ ഗുണിച്ചു 4നെ ഗുണിച്ചു 6 പ്ലസ് n/2 ഇൻറ്റു 4 ഓക്കെയാണേ. ഇനി ഇതും വെട്ടുമ്പോൾ 2 എന്ന് കിട്ടും. ഇതും കൂടെ വെട്ടുമ്പോൾ എത്ര 3 എന്ന് വരും. അപ്പോൾ ഇവിടെ 3n എന്ന് വരും. ഇവിടെ എത്ര 3n പ്ലസ് 2n² എന്ന് വരും ഓക്കെയാണേ. അപ്പോൾ 3n പ്ലസ് എന്തെന്ന് വരും 2n² എന്ന് വന്നു. അപ്പോൾ SN ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം സ്ക്വയർ ഉള്ളതിനെ ആദ്യം എടുത്ത് എഴുതുവാണ്. 2n² പ്ലസ് 3n എന്ന് ഉത്തരം വരും ഓക്കെയാണേ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കണക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനാണ് 11 13 15 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം ആൾജിബ്ര ഫോം നമ്മൾ എന്താണ് എഴുതണമെന്ന് പറഞ്ഞു ഓക്കെയാണേ. അപ്പോൾ ആൾജിബ്ര ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമ്മിൻ്റെ ആൾജിബ്ര ഫോമാണ് എന്ത് pn² പ്ലസ് qn ആണ് ഓക്കെയാണേ. ഇനി ഇവിടെ നോക്കിക്കോണം. നമുക്കറിയാം എന്ത് ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്ര 11. കോമൺ ഡിഫറൻസ് എത്ര 13 മൈനസ് 11 എത്ര 2. ഇത്രയൊക്കെയാണ്. ഇനി nth ടേം എന്ന് പറഞ്ഞാൽ dn അല്ലേ. d എത്ര ഇവിടെ 2. n പ്ലസ് f മൈനസ് d f എത്ര 11 മൈനസ് d എത്ര 2. അപ്പോൾ എത്ര വരും 9 വരും ഓക്കെ. അപ്പം 2n പ്ലസ് 9 എന്ന് പറഞ്ഞത്. ഇനി ഈ പറയുന്ന nth ടേമിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? സമ്മ് കണ്ടുപിടിക്കുന്ന ബീജഗണിത രൂപമാണ് പറഞ്ഞത്. അപ്പോൾ n/2 ഇൻറ്റു x1 എത്ര 11 പ്ലസ് 2n പ്ലസ് 9 എന്നും വീണ്ടും എഴുതണ്ടല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് ഓക്കെയാണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, xn എന്ന് പറഞ്ഞാൽ n-ആം ടൈം ഓക്കെയാണ്. nth ടൈം ഇവിടെ = n/2 ഇൻറ്റു 11 9 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 20 പ്ലസ് 2n എന്ന് വരും ഓക്കെ. ഈ n/2 ഇട്ട് അകത്ത് ഇൻറ്റു ചെയ്താൽ 20 ഇൻറ്റു n/2 പ്ലസ് 2n/2 2 ഇൻറ്റു ഒരു n കൂടെ ഉണ്ടേ. കാരണം ഈ n/2ൻ്റെ n ഇതും
ഈ 2ൻ്റെ കൂടെ ഉള്ള എന്നാണ് ഈ രണ്ടാമത് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ വെട്ടുമ്പോൾ ഇവിടെ വരും 10n പ്ലസ് എത്ര n² എന്ന് വരും. ഓക്കെയാണേ. ഇതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് സം എസ് എൻ സമം സ്ക്വയറിന് ആദ്യം n² പ്ലസ് 10n എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഉണ്ടല്ലോ. രണ്ടാമത്തെ നമ്മൾ ഈ പറഞ്ഞ അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ വെച്ചാണ് നമ്മളെന്താണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്താണ് സമ്മ് n² പ്ലസ് 10n, അതായത് നമ്മൾ എന്നിന് എന്തെയോ വില കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600 ഉത്തരം കിട്ടും. ഓക്കെയാണേ. അപ്പം ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ a+b² എന്ന് പറഞ്ഞൊരു ഫോമിലോട്ട് ആക്കണം കേട്ടോ. a+b² ഫോം എന്ന് പറഞ്ഞാൽ a² പ്ലസ് 2ab പ്ലസ് b² അല്ലേ, ആ ഫോമിലോട്ട് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി എല്ലായ്പ്പോഴും നമുക്ക് ഈ എന്നിൻ്റെ ടൈമിൻ്റെ കണ്ട അവൻ്റെ പകുതി എടുക്കണം. അവൻ്റെ പകുതി എടുത്ത 5. ഓക്കെ, അവൻ്റെ സ്ക്വയർ ഇവിടെ കൂട്ടണം. അപ്പോൾ അതുപോലെ ഇടതുവശത്ത് കൂട്ടിയാൽ വലതുവശത്തും കൂട്ടണം. ഇവിടെ 8 ആയിരുന്നെങ്കിൽ നിങ്ങൾ 8ൻ്റെ പകുതി 4ൻ്റെ സ്ക്വയർ കൂട്ടണം. ഇവിടെ 16 ആണെങ്കിൽ 16ൻ്റെ പകുതി 8ൻ്റെ സ്ക്വയർ കൂട്ടണം. അത് തന്നെ എന്ത് ചെയ്യും? വലതുവശത്തും കൂട്ടും. ഇപ്പോൾ ഇവിടെ നോക്കടാ, ഇത് a+b² ഫോമാണല്ലേ. അപ്പോൾ എനിക്കിതിനെ ഷോർട്ടാക്കി n+5² എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 600 പ്ലസ് 5ൻ്റെ സ്ക്വയർ. 600 പ്ലസ് 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. അപ്പോൾ n+5² എന്ന് വന്നില്ലേ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ രണ്ട് സ്ഥലത്തും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണേ. അപ്പം ഇവിടെ n+5 എന്ന് കിട്ടും. ഇവിടെ റൂട്ട് 625 എന്നല്ലേ കിട്ടുന്നത്. റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 25 നമുക്ക് n അല്ലേ കണ്ടുപിടിക്കേണ്ട, n ആണ് എണ്ണോ അല്ലേ. അപ്പോൾ n+5 നമുക്ക് എത്രയെന്ന് കിട്ടുമോടാ? 25 എന്ന് കിട്ടും. ഇത് n = 25 - 5 20. ഓക്കെയാണേ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.